വാസുവേട്ടാ, ഇന്നെങ്കിലും നിങ്ങളൊന്ന് കൂർക്കം വലിക്കാണ്ട് കിടക്ക്. ഞാനൊന്ന് ഉറങ്ങട്ടെ. മര്യാദയ്ക്ക് എത്ര കാലം ഈ പരാതി ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ അടുത്ത്? ഇത്ര കാലങ്ങൾ കൂർക്കം വലിക്കലില്ലായിരുന്നു. പിന്നെ എങ്ങനെ എപ്പോണ്ടായത്? ഇതിപ്പോ എത്ര ഒരാഴ്ചയായിട്ട് എന്ത് കൂർക്കം വലി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ കൂർക്കം വലി ശ്രദ്ധിച്ച് കിടക്കണല്ലോ, നിനക്കാണ് ഉറങ്ങിക്കൂടെ? ഞാനിപ്പോ നിങ്ങള് കൂർക്കം വലിക്കുന്ന ശ്രദ്ധിച്ച് കിടന്നിട്ടാന്നല്ലേ. ഞാൻ നല്ല ഉറക്കായിരിക്കും, അപ്പോഴാ നിങ്ങൾ കൂർക്കം വലിക്കുക. ഞാൻ പേടിച്ചൊക്കെയാന്ന് എണീക്കുന്നേ. എടി മന്ദ, ഈ ഉറക്കത്തിൽ എങ്ങനെ വേറെ ശബ്ദം ഉണ്ടായി എങ്ങനെയാ അറിയണത്? ചെറിയ ഒച്ചയാണെങ്കിൽ കേൾക്കൂല. നിങ്ങൾ അത്രയ്ക്ക് ഒച്ച, അത് ചെവിനെടുത്തൊരു ഹോന്നാക്കൂലേ നിങ്ങള്? എനിക്കറിയില്ല. ഒന്നാമത് ഉറങ്ങാൻ കിടക്കണ സമയത്ത് ഇതാ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണെന്നുള്ള തോന്നൽ ഉള്ളിൽ വേണം. അപ്പോഴേ കിടന്ന ഉറക്കം വരുള്ളൂ. അല്ലാണ്ട് മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ കണ്ണ് തുറച്ച് കിടക്കും. അതന്നെ. ഇപ്പൊ നിങ്ങള് കൂർക്കം വലിച്ചതിന് കുറ്റങ്ങൾ എന്നെയാണോ പറയുന്നത്? ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങാൻ കിടക്കാന്ന് വെച്ചിട്ട് എന്നെയാ കിടക്കല്? നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഓടി? എന്റെ മനസ്സിൽ ഒന്നുമില്ല. മനസ്സിൽ എന്തായാലും ഈ ഒച്ച കേൾക്കണ ആരായാലും ചത്തോര് വരും എനിക്കും. അമ്മാരി കൂർക്കം വലി വലിച്ചിട്ട് എന്തൊക്കെയാണ് നീ പറയണത്? എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ കൂർക്കം വലിച്ചിട്ടോ ശരിയാക്കി തരാം. എടി മല്ലിക, ഇത് മനഃപൂർവ്വം വലിക്കണതല്ലോ. എങ്ങനെ വലിച്ചാലും കൂർക്കം വരും. എന്തെറ്റി എടി എമ്മാതിരി കൂർക്കം വരും എന്നറിയ. രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. 2 ദിവസമായി തരാം ഓള് ഉറങ്ങിയിട്ട്. 2 ഒന്നല്ല 3-4 ദിവസമായി. ശരിക്കും എന്താ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണേ. ഞാൻ വെറുതെ അങ്ങനെ വാസോട്ട് ഇത്രയും കാലം ഞാൻ എന്നോട് പറഞ്ഞിരിക്കും ഇങ്ങനെ കൂർക്കം വലി ഉണ്ടെന്ന്. ഒരാഴ്ചയായിട്ട് നിർത്താണ്ട് കൂർക്കം വലിക്കുക. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാൻ പറ്റാത്തത്ര കൂർക്കം വലിയോ? വെറുതെ പറയാണെന്ന്. അല്ല ഇനിയിപ്പോ കെട്ടിയോനെ മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ നിനക്ക്? അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. അങ്ങനെയാണെങ്കിൽ വേറെ എന്തൊക്കെ കാരണം പറയാനുണ്ട്? വെറുതെ കൂർക്കം വലിനെ പറയണം. വേറെന്താ കാരണം? വേറെ ഒരു കാരണം പറ. അല്ല ഒരു കാരണം പറയും. നിങ്ങൾ വെറുതെ വഴക്കൂടണ്ട. ഇതിപ്പോ നിങ്ങൾ കൂർക്കം വലിക്കണ്ടെന്നങ്ങ് തീരുമാനിച്ച പോരെ? അതാണ് ഞാനും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഉറങ്ങാതിരിക്കണം, കണ്ണും തുറച്ചിങ്ങനെ ഇരിക്കണം. അപ്പൊ കൂർക്കം വലിക്കൂല. അപ്പൊ ഞാൻ ഉറങ്ങാണ്ടിരിക്കണം അല്ലെ നിങ്ങൾ കൂർക്കം വലി കേട്ടിട്ട്? എന്ത് പണ്ടായാലും പോയാ കാണൂല. ഇത് എവിടെ ടീച്ചി? എവിടക്ക പോണേ? ഇത് മേടിക്കാൻ. ഒരു മൈക്ക് പോയപ്പോ ഇങ്ങോട്ട് പോരണ്ട. അതെ, മല്ലിക ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്ത് കാര്യം? ഓക്ക് 2-3 ദിവസമായിട്ട് ഉറക്കല്ലാന്ന്. എന്താണ് ഊപ്പിരി ഉറക്കല്ലാത്ത? എന്താ വീടിന്റെ കാര്യം ആലോചിച്ചിട്ടാ? വീടിന്റെ കാര്യം ആലോചിച്ചിട്ടൊന്നല്ല, പിന്നെ വാസുട്ടേട്ടന്റെ കുഴപ്പം കണ്ടാ. പണിക്ക് പോത്തേനെ അല്ലാന്ന്. പിന്നെ എന്താ കാര്യൊന്നുമില്ലേ? കൂർക്കമലി. എന്ത് കൂർക്കമലി? ആര്? വാസുത്തിയോ? ആ, ഈ പാഹേനിപ്പ ഇത് അറിഞ്ഞൂടെ എങ്ങനെ കൂർക്കം വലിക്കണ കാര്യം മറ്റുള്ളവരുടെ ഉറക്കം പോകുന്നുള്ളത്? അതിപ്പോ നിങ്ങക്ക് അറിയില്ലല്ലോ. എന്ത് നിങ്ങക്ക് അറിയില്ലല്ലോ? എന്തൊക്കെ അറിയില്ലെന്ന്? നിങ്ങക്കും കൂർക്കമലി ഇല്ലേ? ആർക്ക്? എനിക്കോ? ആ, ഇനിയിപ്പോ വാസുട്ട കാര്യം പറഞ്ഞ നിന്റെ നെഞ്ചത്ത് കയറില്ലേ? നിങ്ങള് ഏത് കാലം തുടങ്ങിയിരിക്കണ് കൂർക്കം വലിക്കാൻ? ഞാനോ? ഈ വേറെ വല്ല വർത്താനം പറയല്ലേ റസ്യ? കൂർക്കം വലിക്കുമ്പോ എന്താ ഞാൻ അറിയാണ്ടിരിക്കുക? അറിയില്ല ഇങ്ങനെ വലിക്കുമ്പോ ഞാൻ കൂർക്കം വലിക്കണ്ടോ? നിങ്ങൾ ഉറങ്ങല്ലേ? നിങ്ങൾ ഉറങ്ങുമ്പോ എങ്ങനെയാ കേക്കാ? ജില്ലാത്തുണ്ടാക്കി പറയില്ല. എന്നിട്ട് വാസുട്ട കാര്യം എന്താണ്? അല്ല, നിങ്ങൾ ഇക്കാര്യം ആദ്യം സമ്മതിക്കും. നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ട്, അത് ചെറുതായതുകൊണ്ട് മൈൻഡ് ആക്കാതെ ഞാൻ ഉറങ്ങാണ്. അതുപോലെ ഓളും ഉറങ്ങിക്കൊണ്ടിരുന്നാണ്. ഇപ്പൊ ഭയങ്കര കൂർക്കം വലിയാണ്. ഓക്ക് പേടിയായിട്ട് 3-4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എന്താ ഇത്? തൊട്ടടുത്ത ആൾക്കാർ കിടക്കണ പറഞ്ഞൂടെ? അതല്ലേ നിങ്ങളൊന്ന് പറയിട്ടോ കൂർക്കം വലിക്കരുതെന്ന്. ഞാനാണ്. റസിയ,
ഒന്നുകൂടെ വന്നേ. എന്തേ വരാൻ ആ പറഞ്ഞു? ഒരു കാര്യമുണ്ട് പറയാ. ഡേ അതെ ഈ പോയിട്ട് ആ മല്ലികനൊന്നും ഇങ്ങോട്ട് വിളിച്ചേ. മല്ലികനൊന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ടോ വേഗം വാ. എന്താ കാര്യം എന്താണ്? ആ സംഭവം അത്ര വലിയ പ്രശ്നമല്ല, എന്നാ ചെറിയൊരു പ്രശ്നം ഉണ്ട് താനും. വളച്ചു കേട്ടാതെ കാര്യം പറഞ്ഞു. അല്ല അത് പറയാതെ നമ്മുടെ വാസുട്ടിക്കേ ചെറുതായിട്ടൊരു കൂർക്കമ്പലിയുടെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കൂർക്കമ്മലിയാ? കൂർക്കം വലിക്കില്ലേ നമ്മള് ഇങ്ങനെ കൂർക്കം വലിക്കല്ലോ. എല്ലാരും വലിക്കല്ലേ? അല്ല അതെ, അതിപ്പോ എന്താ വെച്ചാല് ഇത് കാരണം ഇപ്പൊ ഓൾക്ക് ഉറക്കല്ല. ആർക്ക്? മല്ലിയേക്ക്. അത് വലിയൊരു ശല്യമായി മാറി. പരീക്കാക്ക് എന്താണ് അവളവിടെ ഉറക്കം നിൽക്കണേ? അതല്ലടോ, അത് അവള് വന്നിട്ട് ഇപ്പൊ റസിയാടെ അടുത്ത് പറഞ്ഞത് എന്താ ഇപ്പൊ ഇതിന് ചെയ്യാന്നൊക്കെ ചോദിച്ചത്ര. അപ്പൊ അവൾക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളല്ലേ ഇപ്പൊ അതിലൊക്കെ ഇടപെടുന്ന ആൾക്കാര്. അപ്പൊ അവനക്ക് അതിപ്പോ ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്ര ഇപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്കൊരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാല് ഈ കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഉണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കാണ്ട് പോകാൻ പറ്റില്ല. അത് ഇവൻ ഈ വെള്ളം അടിച്ച് വെളിവില്ലാതെ കിടന്നിട്ട് വലിക്കുകയാണ്, അല്ലാതെ അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാനത് ആലോചിച്ച് ഇപ്പൊ വെള്ളടിയുടെ അല്ല ഇപ്പൊ കുറച്ച് ഇടയിട്ട് അങ്ങനെ വെള്ളം കഴിച്ചു വരുന്ന പരിപാടി ഇല്ല. ആ മദ്യപാനം ഇപ്പൊ കുറെ ഇടയിട്ട് അങ്ങനെ കാണില്ല. ആളുകളൊക്കെ വലിയ കമന്റ് പറയുന്നുണ്ട് വഴിയിൽ നിന്നിട്ട്, വാസൂട്ടി എപ്പോഴും വെള്ളമാണ്. അല്ല അതിപ്പോ അങ്ങനെ അല്ല എന്താ വലിയ എന്താ പറയണത്? ഒന്നും പറയണ്ട. എത്ര ദിവസമായി അറിയാം മര്യാദക്ക് കിടന്ന് ഉറങ്ങിയിട്ട്. വാസുവേട്ടൻ രാത്രി ഭയങ്കര കൂർക്കം വലി. അപ്പൊ നേരത്തെ ഉണ്ടായില്ലേ? നേരത്തെ ഒന്നുമില്ല, ഇതിപ്പോ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഞെട്ടിട്ടൊക്കെ ഞാൻ രാത്രി എണീക്കുക. എന്ത് സൗണ്ടിലാണ് വലിക്കണ? എന്തായാലും എന്തോ ഒരു വൃത്തിയായിട്ടോ ചക്കര ഇങ്ങനെ മുഴങ്ങും. ഇങ്ങനെ ചിന്തേരുന്ന പോലത്തെ. ഇതൊക്കെ എത്ര താളല്ലേ, ഒന്നുമില്ല മെല്ലല്ലേ. ഇത് ഭയങ്കര ഒച്ച, നമുക്ക് ഉറങ്ങാൻ പറ്റൂല. അല്ല ഈ വാള് വെച്ചിട്ട് ഉണക്കപ്പല കറക്കണ പോലെയാണ്. അതല്ല പരീക്ക, നമ്മള് പകല് കേൾക്കണ സൗണ്ടുകൾ ഇങ്ങനെ റീഡ് ചെയ്തിടും ബ്രെയിൻ. ആ സൗണ്ടാണ് നമ്മൾ കൂർക്കത്തിലൂടെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കണം. അങ്ങനെയുണ്ട് ഇതില്. അങ്ങനെ ഉണ്ടോ? ആ അങ്ങനെ വെച്ചപ്പോ എന്റെ കൂർക്കം വലി ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് മിഷൻ അടിക്കുന്ന കാര്യമാണ് എന്റെ കൂർക്കം വലി. അങ്ങനെയുണ്ട്. നമ്മൾ ഈ പകല് കേൾക്കുന്ന സൗണ്ടുകളാണ് കൂർക്കം പോലെ ഇങ്ങനെ പുറത്തോട്ട് വിടണം. ഇതേ അതിന് വലിയ പേടിക്കാനൊന്നുമില്ല. ഈ കൂർക്കം വലി ഇങ്ങനെ ശക്തിയായിട്ട് വരാൻ നേരത്ത് ഒന്ന് തട്ടിക്കൊടുക്കുക, അത് അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഒന്ന് ചരിച്ച് കിടത്തുക, അതിങ്ങോട്ട് തിരിച്ചു കിടത്തുക, ഇത്രയൊക്കെ ചെയ്താൽ മതി. അത് ഞാൻ തട്ടിക്കൊടുക്കും, ചെരിച്ച് കിടത്തി കൊടുക്കും, ഇങ്ങോട്ട് ചിരിച്ച് എന്തൊക്കെ ചെയ്യുന്നില്ല. തലയടക്കം ഞാൻ കുലുക്കി കൊടുക്കും. ചുറ്റു രക്ഷയില്ല, കൂടി വരും. എന്റെ ഉറക്കം പോകുക എന്നല്ലാണ്ട് ഒന്നും നടക്കില്ല. ഇതിപ്പോ ചെയ്തു കൊടുക്കണമെങ്കിൽ ഒരാളിങ്ങനെ കൂടെ ഇരിക്കണ്ടേ? അപ്പൊ ആളുടെ ഉറക്കം പോവാണേ. അല്ല ഇനി അത് പറഞ്ഞുണ്ടാക്കി, ഇത് വലിയ രോഗമൊന്നുമല്ല, ബ്രീത്തിങ്ങിന്റെ പ്രശ്നമാണിത്. ഇതിനൊരു വഴിയുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മറ്റേ പ്രൊഫസർ സത്മജാനന്ദൻ കണ്ടറില്ലേ റസിയ? അന്നിങ്ങനെ ബ്രീത്തിങ്ങിന്റെ ഒരു ഇത് പഠിപ്പിക്കണ ആള് ഇങ്ങനെ മേപ്പോട്ട് വലിക്കുക, ഇത് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ കീപ്പോട്ട് വിടുക, ഇങ്ങനെയൊക്കെ 3-4 പ്രക്രിയ ഉണ്ട്. പുള്ളി ഇത് പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ കഫക്കെട്ട്, ഈ കൂർക്കം വലി, അങ്ങനെയുള്ള ശരീരത്തിലുള്ള ഈ ശ്വസന പ്രക്രിയയിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറി കിട്ടും. ഞാൻ വിളിക്കണ്ടെന്ന്, ഞാൻ നമ്പർ തരാം, അതിലൊന്ന് വിളിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. പേരൊന്നും വേണ്ട, ഹലോ എന്ന് പറഞ്ഞ ആള് ചോദിച്ചോളൂ എവിടെന്നാ വിളിക്കണേന്നല്ല. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂർക്കം വലി ഉണ്ടാവില്ല. ഒരു കുഴപ്പമില്ലാന്ന്. ഇത് ആര് പറയണത്? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ് അത്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറി കിട്ടും. പിന്നെ അയാള് വരാൻ നേരത്ത് ആ പരീക്കട വിക്കിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. പുള്ളി അതിന് സൂപ്പറാണ്. അല്ല ഇടക്ക് ആ വിക്ക് വരാറില്ലേ? അല്ല ഇപ്പൊ വിക്കലില്ല, ഇടക്ക് ഇങ്ങനെ ദേഷ്യം കയറുമ്പോ വരാറുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് വിക്കലുണ്ടോ? ഞാൻ ഇപ്പൊ അടുത്ത് വിക്കിട്ട് ചൊല്ലും കേട്ടോ. ഇല്ല, വിക്കിട്ട് കേട്ടിട്ട് പിന്നെ ആവശ്യമില്ലാണ്ടോ അതിന്റെ ഇടയിൽ അത് എടുത്തിരുന്നേ. ഒരാള് വരുവല്ല. അതന്നെ പറഞ്ഞു. ഇനി വല്ലോടത്തുനിന്നും വരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അത് ഇന്ത്യക്ക് വിക്കുണ്ടെന്നും കൂടി അറിയിക്കാനല്ലേ ഇത് പറയുന്നത്. ഇപ്പൊ അത് വല്ല കാര്യമുണ്ടോ? വിക്കുണ്ട് പറഞ്ഞിട്ട് മൂപ്പരുടെ അറിയിച്ചിട്ട് എന്താ കാര്യമുള്ള? ഒരു കാര്യം പറയുമ്പോ അല്ല പറയാ കൂർക്കമ്മന്റെ ഇടയിൽ പിന്നെ വിക്ക് കൊണ്ടുവന്നിരുന്ന എന്തിനാണ്? അല്ല പിന്നെ അതിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാ ഈ ജാതി വർത്താനങ്ങളാണ് ആൾക്കാരുടെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഓനിക്ക് പിന്നെ വിക്ക അയാളെ അറിയിക്കാണ്ട് അതേ പറ. ഇജ്ജും പറഞ്ഞല്ലോ, ഇജ്ജും പറഞ്ഞില്ല കൂർക്കം വലി ഉണ്ടെന്ന്. അതിന്റെ ഇടയിൽ കൂടെ വിക്കും കൂർക്കം വലി എല്ലാരും കൂടി പിന്നെ രോഗിയാക്കുക. ഈ ജാതി ഓരോ കൂട്ടുകാരുണ്ടായാൽ മതി ആൾക്കാർക്ക്.